ഇവിടെ ഭക്ഷണം കഴിച്ചിരിക്കുന്ന ആളുകളെ രസിപ്പിക്കുന്ന കലാകാരന്മാരുണ്ട്, സംഗീതജ്ഞന്മാരുണ്ട്, കൊമേഡിയന്മാരുണ്ട്, സർക്കസുകാരുണ്ട്, പെർഫോമേഴ്സുണ്ട്, ഡാൻസ് കളിക്കുന്നവരുണ്ട്. ഇവരൊക്കെ ഈ സ്ക്വയറിൻ്റെ ഓരോ മൂലകളിൽ വന്ന് നിന്ന് പെർഫോമൻസ് നടത്തും. അവരുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു ചെറിയ പാത്രത്തിൽ ആളുകൾ യൂറോകൾ നിക്ഷേപിച്ചിട്ട് പോകും. ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കഴിയാനുള്ള പൈസ ഇതിലൂടെ ഉണ്ടാകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ബിയർ ഗാർഡനുകളിലും തൊഴിലിടങ്ങളിലും പാർട്ട് ടൈം പണിയെടുക്കുന്ന വിദ്യാർത്ഥികളിൽ ചിലർ കലാകാരന്മാരാണ്. ഈ കലാകാരന്മാർ ബിയർ ഗാർഡനിൽ പോയി ഭക്ഷണം വിളമ്പുകയല്ല ചെയ്യുന്നത്, ഈ ബിയർ ഗാർഡൻ്റെ മുന്നിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പെർഫോമൻസ് നടത്തും. അവർക്കറിയുന്ന കല അവതരിപ്പിക്കും. അതിൽ ചിത്രകാരന്മാരുണ്ട്. അവരുടെ ഈസലുമായി ഒരു മൂലയ്ക്ക് പോയിരുന്നിട്ട് വന്നിരിക്കുന്ന ആളുകളുടെ കാരിക്കേച്ചറുകൾ വരച്ചു കൊടുക്കും, അല്ലെങ്കിൽ പ്രകൃതി ദൃശ്യങ്ങൾ വരച്ച് അവിടെ പ്രദർശിപ്പിക്കും. അത് ആളുകൾ വാങ്ങിക്കൊണ്ടു പോകും. ഇതിലൂടെ വരുമാനം ഉണ്ടാക്കുന്നു. അതൊരാക്ഷേപമല്ല, നാണക്കേടല്ല, അതാർക്കും തലകുനിച്ച് നടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കുന്നില്ല. അവനവനറിയുന്ന തൊഴിൽ ചെയ്യുന്നു, അതിലൂടെ വരുമാനം ഉണ്ടാക്കുന്നു, അഭിമാനത്തോടെ ജീവിക്കുന്നു.